അമേരിക്ക പഴയതുപോലെ അമേരിക്കയുടെ ഗിമിക്കുകൾ ഇനി നടക്കുന്ന ഒരവസ്ഥയിൽ അമേരിക്ക ഇപ്പോഴും ഒന്നാമത് തന്നെ, അല്ലെങ്കിൽ ലോകത്ത് രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുമ്പോൾ ബുദ്ധിയുള്ള ഒരു മൂന്നോ നാലോ പേര് ഒന്നിച്ചങ്ങ് നിന്നാൽ, നിരന്നു നിന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഒക്കെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഇവിടെ തുടങ്ങുമെന്ന് പറയാൻ അമേരിക്കയിലുള്ള ഒരു വ്യവസായി, ലോകത്തുടനീളം ഏറ്റവും വലിയൊരു വ്യവസായി ആയിട്ടുള്ള ടിം കുക്ക്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നു ഞങ്ങൾ തുടങ്ങും. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ ചൈനയിലുള്ള, നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ 25% ടാക്സ് കൂടുതൽ ഏർപ്പെടുത്തും. അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, ചൈനയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം, ഇതേ ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചാൽ ഇന്ത്യയിൽ 1,00,000 രൂപയ്ക്ക് വിൽക്കുന്ന ഉൽപ്പന്നം ചൈനയിൽ നിൽക്കുമ്പോൾ അത് 1,25,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുകയും അമേരിക്കയിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു 2-2.5-2.25 ലക്ഷം രൂപയ്ക്ക് മാത്രം വിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള വ്യത്യാസമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.